സന്യാസി ശ്രീനായിരിക്കുന്ന ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികളാണ് നമുക്ക് അനുഗ്രഹ ഭാഷണം നടത്താനൂടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇങ്ങോട്ട് പോയി അദ്ദേഹത്തിനോട് നമ്മുടെ വള്ളിവട്ടം അമരിപ്പാടത്ത് ആശ്രമമുണ്ട്. അതുകൂടാണ്ട് ഏകദേശം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ശിവഗിരി മഠത്തിന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പെരിങ്ങോട്ടുകര സോമശേര ക്ഷേത്രം അവിടുത്തെ മഠാധിപതിയായിരുന്നു. ഏകദേശം 5 വർഷക്കാലം ആ ക്ഷേത്രത്തിന്റെയും ആ മഠത്തിന്റെയൊക്കെ അധ്യക്ഷനായിരുന്നു. അധ്യക്ഷൻ അവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഇവിടെ അദ്ദേഹത്തിന്റെ സ്വാമിക്ക് ഇവിടെ ആശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഈ അമരിപ്പാട് ആശ്രമം ഒരുപാട് വർഷമായിട്ടുള്ളതാണ്. അതിനിടയിലാണ് അദ്ദേഹം ശിവഗിരി മഠത്തിന്റെ നിർദ്ദേശപ്രകാരം പെരിങ്ങോട്ടുകര സോമശേര ക്ഷേത്രത്തിൽ ഈ കുറച്ചു കാലങ്ങൾ ഇവിടുന്ന് മാറി നിൽക്കേണ്ടി വന്നു. അവിടെ അദ്ദേഹം വലിയൊരു, നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും, ശില്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലം തന്നെയാണ് പെരിങ്ങോട്ടുകര ആശ്രമം. സ്വാമിയോട് ചെന്നതിന് ശേഷം അവിടെ വലിയ വലിയ മാറ്റങ്ങളും ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളായാലും വലിയ, നമുക്കറിയാം അതിഗംഭീരമായിട്ട് പൂരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. ആ പൂരത്തിനൊക്കെ ഒരു ചിട്ടയൊക്കെ ഉണ്ടാക്കി സ്വാമി, പിന്നെ സ്വാമിയുടെ ഈ ആശ്രമത്തിന്റെ, ഇവിടുത്തെ ആശ്രമത്തിന്റെ അവിടെ ചെന്ന് പെട്ടതിന് ശേഷം ഇവിടുത്തെ ആശ്രമത്തിന്റെ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നതാണ്. അപ്പൊ ഈ ആശ്രമം സ്വാമിനെ ഇവിടെ വന്ന് കാണാൻ ആൾക്കാർക്ക് പറ്റില്ല എന്നുള്ളൊരു ആ ഒരു ഇതുകൊണ്ട് മാനിച്ചുകൊണ്ട് ഒരുപാട് ഭക്തന്മാരുടെ ആവശ്യങ്ങൾ മാനിച്ചുകൊണ്ടാണ് സ്വാമി അവിടെ നിന്ന് വീണ്ടും ഈ അമരിപ്പാട് ആശ്രമത്തിലേക്ക് വന്നിട്ടുള്ളത്. ഏകദേശം സ്വാമി കൈലാസത്തിൽ ഹിമാലയത്തിലായിരുന്നു. ഒരുപാട് വർഷം സ്വാമിയോട് ദീക്ഷ എടുത്തിട്ട് ശിവഗിരി മഠത്തിൽ നിന്ന് ദീക്ഷ എടുത്ത് അവിടെ സന്യാസി ദീക്ഷ എടുത്തതിന് ശേഷം സ്വാമി കൈലാസത്തിലായിരുന്നു. ഹിമാലയത്തിൽ അവിടെ ഒരു കൈലാസാശ്രമമുണ്ട്. ആ ആശ്രമത്തിലായിരുന്നു സ്വാമിയുടെ ബാക്കിയുള്ള പഠനങ്ങളും വേദാന്തവും മറ്റു പഠനങ്ങളൊക്കെ അവിടെ തന്നെയായിരുന്നു. ഏകദേശം ഒരു 10-15 വർഷക്കാലത്തോളം ശിവഗിരി ഹിമാലയത്തിൽ സ്വാമി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഇത് ചേർന്നിട്ടുള്ളത് നമ്മുടെ എന്തോ ഒരു പൂർവിക കുടുംബക്കാരെയും നമ്മുടെ ദേവിയുടെ മുത്തപ്പന അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മുടെ സ്വാമിന ഈ സന്നിധിയിൽ എത്തിച്ചേരാൻ അവസരം ഉണ്ടായത്. നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് കിട്ടിയത്. സ്വാമി നമ്മൾ അടുത്ത ദിവസമാണ് തീരുമാനിച്ചത്. അപ്പൊ സ്വാമിക്ക് തീരെ ഒഴിവുണ്ടായിരുന്നില്ല. എങ്കിൽ കൂടി നമ്മൾ ഈ പ്രത്യേക ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് പറഞ്ഞപ്പോൾ എന്നാൽ ഞാൻ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ഈ ക്ഷേത്ര സംഘടനയുടെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു.